Listen, take your textbook and page number 5. Let us revise 5. Fill in the missing letters. എന്താണ്? ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണല്ലേ ഇത്. എ ബി സി ഡി അറിയാമല്ലോ എല്ലാവർക്കും. അറിയില്ലേ? എ ബി സി ഡി ഒക്കെ മുഴുവനായിട്ട് അറിയില്ലേ? ഓക്കെ, നിങ്ങൾ വലിയ കുട്ടികളായി അല്ലേ? അപ്പൊ എന്താണ്, അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. Then fill in the blanks with എ ഇ ഐ ഒ യു. എ ഇ ഐ ഒ യു വോവൽസ് കൊണ്ട് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. എന്താണ്? കപ്പ് is on the pup. A cup is on the pup. Second, the dog is on the log and the cat sits on the mat. Len has a red hen and I see a pink fish. എന്താണ് അത്? എ ഐ ഒ യു വേർഡ്സ് കൊണ്ട് ഫില്ല് ചെയ്യാനാണ്. നിങ്ങളൊക്കെ അത് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ചെയ്തിട്ടുണ്ടാവും. Then next page, color the bells that have rhyming words. Rhyming words ഒക്കെ നന്നായിട്ട് പഠിക്കണം. ഏതൊക്കെയാണ് rhyming words? അതായത് കുറച്ച് വേർഡ്സ് തന്നിട്ട് അതിൽ റൈമിംഗ് വേർഡ്സ് ഒക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റണം. നോക്കാം അല്ലേ? അതിൽ ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ്? അതിൽ ഏതൊക്കെ റൈമിംഗ് വേർഡ്സ് ഉണ്ട്? സമജ്ന, അതിൽ ഏതൊക്കെ റൈമിംഗ് വേർഡ്സ് ഉണ്ട് മോളെ? Okay. Then Srishna, and another rhyming word in that bell. Where a rhyming word ഏതാണ് മോളെ Srishna? Sun, fun, ആര് പറഞ്ഞു? ഏതാണ്? Jug, bug. Okay. Jug, bug is another rhyming word. And then Lakshmi, where ഏതാണ് മോളെ ഒരു rhyming word? Pay, say is another rhyming word. Pay, say. Sun, fun, jug, bug, pay, say. And Parvana, another rhyming word. Okay. Fell, tell is another rhyming word. അപ്പോൾ ഇങ്ങനെ റൈമിംഗ് വേർഡ്സ് തന്നിട്ട് അത് ഫൗണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഈ റൈമിംഗ് വേർഡ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഗേൾ സേയിങ്? ചൂസ് വേർഡ്സ് ഫ്രം ദ ക്ലൗഡ്. ആ ക്ലൗഡിൽ നിന്ന് വേർഡ്സ് സെലക്ട് ചെയ്ത് എഴുതാനാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അല്ലേ? ഡാഷ് നെയിം ഈസ് മേരി. എന്താണ്? മായി എന്ന് നമ്മൾ അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. Then dash am 5 years old. എന്താണ്? I ആണല്ലേ അവിടെ എഴുതുക. I am 5 years old. And dash is Ria. She is introducing her another friend is Ria. So she is Ria. And then Tabby is dash pet cat. Tabby is her pet cat is her എന്നാണ് അവിടെ എഴുതേണ്ടത് അല്ലേ? അവളുടെ. Dash is a brown cat. അതൊരു ബ്രൗൺ cat ആണ് എന്നാണ് പറയുന്നത്. സോ it is a brown cat. എന്താണ്? ചെയ്തതാണ്. അപ്പൊ ഇതിൽ എന്ത് ചെയ്യുക? റൈമിംഗ് വേർഡ്സ് ആൻഡ് വേർഡ്സിന്റെ സ്പെല്ലിങ്, ഇതാണ് നിങ്ങൾ എക്സാമിന് വേണ്ടി നന്നായി പഠിക്കേണ്ടത്. റൈമിംഗ് വേർഡ്സും പഠിക്കുക, പിന്നെ മെയിൻ ആയിട്ട് എന്താണ്? വേർഡ്സിന്റെ സ്പെല്ലിങ് നന്നായിട്ട് പഠിക്കണം. ഓക്കെ. Then our OO words, EE words, SH words, CH words and another കുറേ വേർഡ്സ് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ദിവസം ഡിറ്റേഷൻ ഇട്ടു, കുറേ വേർഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വേർഡ്സ് മുഴുവൻ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. Then our OO words, page number 8. Some OO words. Page number 8 നമ്മൾ കുറേ OO words പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം? നന്നായിട്ട് എക്സാമിന് വേണ്ടി ഈ OO words ഏതൊക്കെയാണ്, OO വേർഡ്സിന്റെ സ്പെല്ലിംഗ് എന്താണ്, കറക്റ്റ് സ്പെല്ലിംഗ്, എല്ലാ വേർഡ്സിന്റെയും എന്ത് ചെയ്യാം? കറക്റ്റ് സ്പെല്ലിംഗ് നന്നായിട്ട്
പഠിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. എല്ലാ വേർഡ്സിന്റെയും എന്താണ് ചെയ്യേണ്ടത്? സ്പെല്ലിംഗ് നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണ് വേണ്ടത്. അപ്പോൾ we have studied about o words in our last class. And what are the o words? Can you say some o words? Nazim, can you say some o words? Which are the o words? Book, van, moon, book, moon, wool. Okay. Look, Okay, Nazim. Book, moon, wool, look, cook, spoon, room. These are some o words. ഇത് മാത്രമാണ് o words അല്ല. Then ഇനിയും o words ഉണ്ട് അല്ലേ. നമുക്ക് തന്നിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണല്ലേ ഇത് o words. എന്താണ് ഇഷാൻ? ഞാൻ പറയാം. ഓക്കെ, ഇഷാൻ ഇപ്പോ പറയാൻ വേണ്ടി പോവാണ് o words. ഏതൊക്കെയാണ് ഇഷാൻ? Book, moon, wool, look, cook, spoon, room, good, cook, spoon, food. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് എക്സ്ട്രാ o words ഒക്കെ ഇഷാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫുഡ്, ഫുഡിലൊക്കെ എന്താണ് o അല്ലേ. FOO, ഫുഡ്. അപ്പൊ അതൊക്കെ o words ആണ് അല്ലേ. എന്താണ്? ഇൻ സം വേർഡ്സ് വി യൂസ് two O's together. അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ എന്താണ്? two O's together words are o words. Book, moon, wool, look, cook, spoon, room. ഇതൊക്കെ എന്താണ്? o words. And food, ഇതൊക്കെ o words ആണ്. o together വരുന്ന two O's together വരുന്ന വേർഡ്സ് ഒക്കെ എന്താണ്? o words ആണ്. Book, moon, wool, look, cook, spoon, room. ഇതൊക്കെ o words ആണ്. And then e words. പിന്നെ എന്താണ്? e words ഉണ്ട് അല്ലേ. നഹ്ല, can you say some e words? Examples of e words. ഏതൊക്കെയാണ് നഹ്ല? Tree, sheep. Okay. Bee, tree, sheep, green, jeep, cute. ഇതൊക്കെ എന്താണ്? ഈ വേർഡ്സ് ആണ് അല്ലെ. ടു ഈ ടുഗദർ വരുന്ന വേർഡ്സ് ഒക്കെയാണ് എന്ത്? ഈ വേർഡ്സ്. o words and e words. And e words are bee, tree, sheep, green, jeep, cute. ഇതൊക്കെ എന്താണ്? ഈ വേർഡ്സ് ആണ് അല്ലെ. two O's together are in these words is called e words. And then എന്തൊക്കെയാണ്? Write the o words in the green bowl. നമ്മൾ അതൊക്കെ ചെയ്തതാണല്ലേ. അപ്പൊ നിങ്ങൾ കാര്യമായിട്ട് നോക്കേണ്ടത് ഏതാണ്? o words, e words ആണ്. ഏതൊക്കെയാണ് o words, e words, sh words, ch words ഒക്കെ എന്ത് ചെയ്യണം? കാര്യമായിട്ട് പഠിക്കണം. ഏതൊക്കെ വേർഡ്സ് ആണ് അങ്ങനെയൊക്കെ വരുന്നത് എന്നുള്ളത്. അതിന്റെ സ്പെല്ലിങ്ങും മെയിൻ ആയിട്ട് പഠിക്കാം. ഏതൊക്കെ o words ഉണ്ട്? book, moon, cook, wool, room, food, good. ഇതൊക്കെ o words ആണ്. And e words are green, jeep, and bee, tree, sheep. two E's together, double e അല്ലേ. e വരുന്ന വേർഡ്സ് ഒക്കെ എന്താണ്? is called e words. Okay. Then
Some words are begin with the SH and CH. What are the words begin with SH? ഏതൊക്കെയാണ് മോളെ ധനലക്ഷ്മി? Words are begin with the SH. sheep, wash, brush, sheep, dish, fish, shirt, shoes, Listen, some words are begin with SH അല്ലെ? SH ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സും ഉണ്ട്, SH ൽ എൻഡ് ചെയ്യുന്ന വേർഡ്സും ഉണ്ട് അല്ലെ? ബിഗിൻ വിത്ത് SH വേർഡ്സ് ഏതൊക്കെയാണ്? ഷീപ്പ് ഉണ്ട് അല്ലെ? ഷീപ്പ് is begin with SH. ഷർട്ട്, ഷൂ, ഷീപ്പ് ആൻഡ് ഫിഷ്, ഡിഷ് ഇതിലൊക്കെ എന്താണ്? എൻഡ് വിത്ത് SH വേർഡ്സ് ആണ് അല്ലെ? ഇതൊക്കെ SH വേർഡ്സിൽ എൻഡ് ചെയ്യുന്നതാണ്. SH വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? ഷർട്ട്, ഷൂ, ഷീപ്പ് ആൻഡ് ഇതൊക്കെ ഷീപ്പ് ഓൾസോ. ഇതൊക്കെ SH വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ് അല്ലെ? ആൻഡ് SH വേർഡ്സും CH വേർഡ്സും ഒക്കെ നോക്കണം. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പെല്ലിംഗ് ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. സ്പെല്ലിംഗ് നല്ല കാര്യമായിട്ട് നിങ്ങൾ പഠിച്ചേ പറ്റൂ. സ്പെല്ലിംഗ് ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടതും. ഇന്നിപ്പോ എന്താണ് കഴിഞ്ഞ ദിവസം ഡിക്റ്റേഷൻ ഇട്ടതിൽ കുറെ പേരൊക്കെ നന്നായി എഴുതിയിട്ടുണ്ട്. എന്താ കുറച്ച് പേർക്ക് മാത്രമാണ് ഒന്ന് രണ്ട് വേർഡ്സ് ഒക്കെ മിസ്റ്റേക്ക് വന്നത് അല്ലേ? ആർക്കും വലിയ മിസ്റ്റേക്ക് ഒന്നും ഇല്ല. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ കറക്റ്റ് ആയിട്ട് വേർഡ്സിന്റെ സ്പെല്ലിംഗ് എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആണല്ലേ അത്? സ്പെല്ലിംഗ് പഠിക്കാതെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? നന്നായിട്ട് എഴുതി പോവാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? മെയിൻ ആയിട്ട് എപ്പോഴും സ്പെല്ലിംഗ് നന്നായി നോക്കിയിട്ട് പഠിക്കണം. അത് ഇന്ന് മാത്രമല്ല എല്ലാ ക്ലാസ്സുകളിലും അല്ലേ? ഇനി നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലേക്കാണ് പോവാൻ പോകുന്നത്. അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്ത് വേണം? വേർഡ്സിന്റെ സ്പെല്ലിംഗ് നന്നായി അറിയണ്ടേ? നമ്മൾ ഒന്ന് രണ്ട് വേർഡ്സിന്റെ സ്പെല്ലിംഗ് ഒക്കെ നീറ്റ് ആയിട്ട് പഠിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾക്ക് എന്ത് പറ്റും? ഒരു വേർഡ് കേട്ടാൽ അതെങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾക്ക് ആരെയും ഹെൽപ്പ് ഇല്ലാതെ എഴുതാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു പുതിയ വേർഡ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പെട്ടെന്നത് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പൊ പഠിച്ചിട്ടുള്ള വേർഡ്സിന്റെ സ്പെല്ലിംഗ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ തന്നെ എഴുതി നോക്കുക. അമ്മമാരുടെ ഹെൽപ്പ് വേണമെന്നില്ല അല്ലെ? നിങ്ങൾ തന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? വേർഡ്സ് മനസ്സിൽ പറയുക, ദെൻ നന്നായിട്ട് എഴുതുക. അങ്ങനെ സ്പെല്ലിംഗ് പഠിച്ചാൽ മാത്രമേ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നന്നായിട്ട് സ്പെല്ലിംഗ് പഠിക്കുക. എല്ലാ വേർഡ്സിന്റെയും പേജ് നമ്പർ 11 വരെയുള്ള വേർഡ്സിലെ അത്രയുമാണ് നമ്മൾ എടുത്തതല്ലേ? ഏകദേശം പേജ് നമ്പർ 11 വരെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതുവരെയുള്ള മുഴുവൻ വേർഡ്സിന്റെയും സ്പെല്ലിംഗ് എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം കേട്ടോ. അതുവരെയുള്ള വേർഡ്സിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എഴുതണം. ഓക്കെ? ഏതൊക്കെയാണ് സ്പെല്ലിംഗ് വരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് സ്പെല്ലിംഗ് തന്നെ പഠിക്കുക കുറേ ദിവസം. ഇംഗ്ലീഷിന് EVS എന്ത് ചെയ്യാ? മുഴുവനായിട്ടും പഠിക്കുക. നീറ്റ് ആയിട്ട് നമ്മൾ EVS വേഗം പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? അത് നന്നായിട്ട് പഠിക്കുക. എന്താണ് മോളെ സമജ്ന? എന്തെങ്കിലും ഉണ്ടോ? നോ. എന്താണ് അമ്മയും മോളും വഴക്കൂടാണോ രണ്ടാളും? ആണോ? അമ്മ ഡിസ്റ്റർബ് ചെയ്യുന്ന ക്ലാസ്സിൽ ഇരിക്കാൻ സമ്മതിക്കുന്നില്ലേ? ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അതെ അല്ലേ? ശ്രദ്ധിക്കുന്നില്ല അല്ലേ? ഇപ്പൊ മടിയാണല്ലേ? കൊറേ പേർക്ക് ഇപ്പൊ അങ്ങനെ മടിയാണല്ലേ? മടിയായാൽ എന്ത് പറ്റും? മടിയുള്ളവർക്കൊക്കെ പ്രത്യേക എന്തൊക്കെയോ ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് സാറ് വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടത് എല്ലാവരുടെയും വീട്ടിലേക്ക്. എപ്പോഴാണെന്ന് വെച്ചാൽ മോളെ സമജ്ന ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദെൻ എപ്പോഴാണ് എന്നുള്ളത് ഫിക്സ് ആയിട്ടില്ല. വരും എന്തായാലും. അതുകൊണ്ട് എന്ത് ചെയ്യാ? എല്ലാവരും നന്നായിട്ട് നോട്ടും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നന്നായി പഠിച്ചിട്ട് നല്ല കുട്ടികളായിട്ട് ഇരിക്കുക എല്ലാ സമയത്തും. ഓക്കെ? എപ്പോഴും എന്ത് ചെയ്യാ? എപ്പോഴും പുസ്തകം എടുത്ത് വെച്ചിട്ട് പഠിക്കുക. അപ്പൊ ഏത് സമയത്താണ് സാറ് വരുന്നത് ആ സമയത്ത് സാറ് കാണുമല്ലോ പഠിക്കുന്ന കുട്ടികളാണെന്ന്. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ സമയത്തും പഠിക്കണം. അങ്ങനെയാണെങ്കിൽ
സാർ എപ്പോ വന്നാലും പ്രശ്നമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാ സമയത്തും പഠിക്കുക, കളിക്കാനൊന്നും പോകാതെ എന്ത് ചെയ്യാ, എല്ലാ സമയത്തും പഠിക്കുക മാത്രം ചെയ്യുക. അപ്പൊ പിന്നെ എപ്പോ വന്നാലും എന്താണ്, നമ്മൾ പഠിക്കാണെന്ന് വിചാരിച്ചോളുമല്ലോ അല്ലേ. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഇനി ബുക്ക് അടച്ചു വെക്കാതെ നന്നായി പഠിച്ചോണ്ടിരിക്കുക. പഠിക്കില്ലേ? പഠിക്കോ? പഠിക്കോ? എന്താണ് മടി? പഠിക്കുന്നു പറയ് അല്ലേ. ആ പഠിക്കും, ഓക്കെ. അല്ലെങ്കിലും UKG-ലെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, നന്നായിട്ട് പഠിക്കുന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കണം ഇല്ലേ. ഇല്ലെങ്കിൽ എന്താണ്, സാറ് വരുമ്പോൾ വിചാരിക്കും വെറുതെ പറഞ്ഞതാണ്, ഇവരൊന്നും പഠിക്കാത്തയാണെന്ന് വിചാരിക്കും അല്ലേ. അതുകൊണ്ട് എല്ലാ സമയത്തും എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ഒക്കെ എടുത്തു വെച്ചിട്ട് കുറച്ച് സമയമൊക്കെ കളിച്ചാലും ബാക്കിയുള്ള സമയത്ത് നന്നായിട്ട് പഠിക്കുക. എന്താണ് മോനെ, ആയോ? രാത്രി വരെ പഠിക്കണം, കുറച്ച് സമയം കളിക്കാൻ പോണ്ടേ? കുറച്ച് സമയം കളിക്കാൻ പോയിക്കോ. എപ്പോഴാണെന്ന് വെച്ചാല് വൈകുന്നേരം കുറച്ച് സമയം നിങ്ങൾ കളിക്കാൻ പോയിക്കോ. എത്ര സമയം കളിക്കാൻ പോവും? അയോണ്ട് എത്ര സമയമാണ് കളിക്കേണ്ടത്? 5 മിനിറ്റ് മതിയോ? 1 മണിക്കൂറോ? 1 മണിക്കാണോ കളിക്കേണ്ടത്? 1 മണിയുടെ നട്ടുച്ച വെയിലാണോ കളിക്കാൻ പോണ്ടത്? ആ സമയത്തൊക്കെ 1 മണിക്കൂർ എന്നാ പറയുന്നത്. വൈകുന്നേരം 4 മണി തൊട്ട് 5 മണി വരെ കളി സമയം. ആയിക്കോട്ടെ, എന്നാ 4 മണി തൊട്ട് 5 മണി വരെ കളിച്ചോ. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കളിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, എല്ലാ സമയത്തും കളിക്കാൻ വേണ്ടി പാടില്ല. കേട്ടോ അയോൺ? 1 മണിക്കൂറൊക്കെ കളിച്ചോളൂ. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കളിക്കുന്നതാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ആരുടെങ്കിലും പേരൻസ് പറയോ നോക്കട്ടെ, അവര് പഠിക്കാതെ ഫുൾ ടൈം കളിയാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ നോക്കട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യാം, എല്ലാവരും എന്ത് ചെയ്യാം, ഒരു 1.5 മണിക്കൂറൊക്കെ കളിച്ചോ, 1.5-2 മണിക്കൂറൊക്കെ കളിക്കാം. ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. നട്ടുച്ചയ്ക്കും വെയിലത്തും അവിടെ ഇവിടെ ഒന്നും പോയി കളിക്കരുത്. 1 മണിക്കും 2 മണിക്കും അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോയി കളിക്കരുത്. വൈകുന്നേരം കുറച്ച് സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കളിക്കാൻ പോയിക്കോ. എന്താണ് മോളെ ദേവപ്രിയ, കളിക്കാൻ പോണോ? 11 പേജ് പഠിപ്പിക്കുന്നില്ലേ? പഠിപ്പിക്കണം. എന്താണ് 11 വരെയാണ് എക്സാം എന്ന് മിസ് പറഞ്ഞോണ്ടാണ് മോളെ ദേവപ്രിയ. ദെൻ എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ച വേർഡ്സ് തന്നെയാണ് പേജ് നമ്പർ 11-ലുള്ളത് കേട്ടോ. അതിൽ ന്യൂ വേർഡ്സ് ഒന്നും ഇല്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള വേർഡ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക, അതിലൊക്കെ വേർഡ്സിന്റെ സ്പെല്ലിംഗ് എന്തായാലും നിങ്ങൾ പഠിക്കുക. ഓക്കെ, നമ്മൾ ഓൾറെഡി ഫിഷ് എന്താണ് നമുക്കറിയാം അല്ലെ, ഷർട്ട്, ഷൂ, ബുഷ് ഒക്കെ, ഷീപ്പ്, വാഷ്, ഷിപ്പ് ഒക്കെ നമ്മൾ പഠിച്ച വേർഡ്സ് അല്ലേ. ന്യൂ വേർഡ്സ് ഒന്നും ആ പേജിൽ ഇല്ല. സോ എന്ത് ചെയ്യണം, അത് നന്നായിട്ട് പഠിക്കുക. ഇന്നിപ്പം എന്താണ്, നിങ്ങൾക്ക് എക്സാമിന് മുമ്പേ കഴിഞ്ഞ പോർഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് കരുതിയാണ് മിസ് ആ വേർഡ്സ് ഒക്കെ ഒന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഓ വേർഡ്സും ഈ വേർഡ്സും ഒക്കെയാണ് എക്സാമിന് മുമ്പേ പഠിക്കേണ്ടത്. മേ ബി എക്സാമിന് മുമ്പേ നമുക്ക് ഒരു ക്ലാസ് കൂടെ കിട്ടുകയാണെങ്കിൽ കിട്ടും തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ 11 പേജും ഒക്കെ നന്നായിട്ട് പറയാം. ഓക്കെ, എക്സാമിന് മുമ്പേ നമുക്ക് എന്തായാലും EVS-ന്റെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെയോ ഒരു ക്ലാസ് എന്തായാലും കിട്ടും. EVS-ന്റെ ക്ലാസ് ആണെങ്കിലും നമുക്ക് പ്രോബ്ലം ഇല്ല അല്ലെ, EVS നമുക്കൊക്കെ ഫിനിഷ് ആയതാണ്. അപ്പോൾ നമുക്കപ്പോൾ ഇംഗ്ലീഷിനൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എക്സാമിന് മുമ്പേ നമുക്ക് റെഡി ആവാം. അപ്പൊ ഇപ്പൊ ചെയ്യേണ്ടത് എന്താണ്, വേർഡ്സ് നന്നായിട്ട് പഠിക്കുകയാണ്. ഒരു ദിവസം എന്ത് ചെയ്യുക, 10-15 വേർഡ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. അത്രയല്ലേ വേർഡ്സ് ഉള്ളൂ, വളരെ കുറച്ച് വേർഡ്സ് ആണ്. പിന്നെ വേർഡ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പഠിച്ച വേർഡ്സ് തന്നെയാണ് ദെൻ നെക്സ്റ്റ് പേജിലും ഒക്കെ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, വളരെ കുറച്ച് വേർഡ്സേ ഉള്ളൂ. ആ വേർഡ്സ് നന്നായി എഴുതി പഠിക്കുക എല്ലാവരും. ഓക്കെ, പഠിക്കില്ലേ ഇന്നോട്ട് എല്ലാവരും? വേർഡ്സ് നന്നായി എഴുതുക, ദെൻ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കുക. കുറെ പേര് പിന്നെ മെയിൻ ആയ കാര്യം ഹാൻഡ് റൈറ്റിങ്ങും കൂടെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുണ്ട് കുറെ പേര്. നമ്മളിപ്പോ ഗൂഗിൾ ഫോം ആയതുകൊണ്ട് നമുക്ക് ഹാൻഡ് റൈറ്റിങ്ങിന്റെ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഹയർ ക്ലാസ്സിൽ എത്തുമ്പോൾ ഇപ്പൊ തന്നെ റെഡി ആക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഹാൻഡ് റൈറ്റിംഗ് നന്നാവില്ല. അപ്പോൾ നല്ലപോലെ ഫ്രീ ആയ ടൈമിലൊക്കെ കോപ്പിയൊക്കെ എഴുതിയിട്ട് ഹാൻഡ് റൈറ്റിംഗ് നന്നായിട്ട് നീറ്റ് ആക്കുക. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ, നല്ല നീറ്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരുമുണ്ട്. ദെൻ ഇത്തിരി ബാക്കിൽ നിൽക്കുന്നവരും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രീ ടൈമിലൊക്കെ നന്നായി കോപ്പിയൊക്കെ എഴുതിയിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒന്ന് റെഡി ആക്കണം. ഓക്കെ,
അപ്പോൾ എല്ലാ സമയത്തും എന്ത് ചെയ്യുക, പഠിക്കുക, ബാക്കിയുള്ള സമയത്ത് കോപ്പി എഴുതുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ സ്റ്റഡീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, സാറ് വരുമ്പോഴാണെങ്കിലും പ്രശ്നമില്ല. ഒന്നുകിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കോപ്പി എഴുതുമായിരിക്കും അല്ലേ. അപ്പൊ പിന്നെ പ്രോബ്ലം ഇല്ലല്ലോ. സോ നന്നായിട്ട് പഠിക്കുക, എല്ലാവരും നല്ല മക്കളായിട്ട് എപ്പോഴും ഇരിക്കുക. ഓക്കെ, എന്നാ പിന്നെ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ടൈം ഇതാ കഴിയാൻ വേണ്ടി പോവുകയാണ്. സോ നമുക്ക് എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് EVSന്റെ ക്ലാസ്സിൽ വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ എല്ലാം ഒന്ന് റെഡി ആക്കാം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ വേർഡ്സ് ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്, സ്പെല്ലിങ്. ഓക്കെ, ദെൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഓക്കെ, നമ്മുടെ ടൈം ഇതാ ഇപ്പൊ കഴിയാൻ വേണ്ടി പോവാണ്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. അപ്പൊ മറക്കരുത്, നന്നായി പഠിക്കുക, വേർഡ്സിന്റെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ബൈ. ഓക്കെ.